ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ വസിക്കട്ടെ എന്ന ചിന്താവിഷയമാണ് ഈ 3 ദിവസങ്ങളിൽ നമുക്ക് ലഭ്യമാകുന്നത്. ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ യോഗം തുടർന്നു വരുന്ന ദിനങ്ങളിൽ ഏറ്റവും അനുഗ്രഹീതമായി നിങ്ങൾക്കെല്ലാവർക്കും ദൈവവചനം അത് ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ വസിക്കുവാൻ തക്കവണ്ണം സാധ്യമാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് 57-ാം സങ്കീർത്തനമാണ്. വേദപുസ്തകം കൊണ്ടുവന്നവർ എല്ലാവരും അവരുടെ കരങ്ങളിൽ ആ വേദപുസ്തകം ഒന്ന് ഉയർത്തുന്നത് നല്ലതാ. ഒന്ന് കാണാൻ വേണ്ടിയാ. എല്ലാവരും ഒന്ന് ഉയർത്തിക്കാട്ടെ. വേദപുസ്തകം കൊണ്ടുവന്നവരൊക്കെ ഓക്കെ. തിരുവചന ധ്യാനത്തിനായി നമ്മൾ വരുമ്പോൾ വേദപുസ്തകവും നമ്മളോടൊപ്പം ഉണ്ടാകണം. ഇന്ന് കുറച്ചു പേരുടെ കരങ്ങളിൽ മാത്രമേ വേദപുസ്തകം ഉയർന്നതായി കണ്ടുള്ളൂ. എന്നാൽ നാളെ മുതൽ നിങ്ങളെല്ലാവരുടെ കരങ്ങളിലും ഈ വേദപുസ്തകം ഉണ്ടായിരിക്കണം. അൻപത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം, അവിടെ ഇങ്ങനെയാണ് ആ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്: എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും മനസ്സൊരുക്കി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, ഞങ്ങൾ ഇന്ന് ഈ യോഗത്തിൽ വന്ന് സംബന്ധിക്കുന്നല്ലോ. നിന്റെ വചനത്താൽ ഞങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമായി തീരുവാൻ ദൈവമേ നീ സഹായിക്കണമേ. നിന്റെ വചനം അത് ഞങ്ങളുടെ ജീവിതത്തിന് ശക്തിയും ബലവും ധൈര്യവും പ്രത്യാശയും തരുന്ന അനുഭവമുള്ളതായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഇന്ന് കൂടി വന്നിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും നിന്റെ ആത്മാവിൽ നിറയ്ക്കണമേ. നിന്റെ സന്തോഷത്തിൽ വസിപ്പാൻ ഞങ്ങളെല്ലാവരെയും നീ ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. 57-ാം സങ്കീർത്തനം അതിനൊരു ചെറിയ തലക്കെട്ടുണ്ട്. ആ തലക്കെട്ടിൽ ഇതാ
ആരാണ് എഴുതിയത്, ഏത് സാഹചര്യത്തിലാണ് എഴുതിയത്, അതും അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേദപുസ്തകം കൊണ്ടുവന്നവർക്കെല്ലാം അറിയാം ഇതാരെഴുതിയ സങ്കീർത്തനമാണ്. ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഇത് വെറുതെ ഒരു സങ്കീർത്തനം ഉണ്ടാകണമെന്ന് കരുതി നമുക്കറിയാം പല പല പാട്ടുകൾ എഴുതി വിടുന്നുണ്ട്. നല്ല ട്യൂണുകളൊക്കെ ചെയ്ത് വിടുന്നുണ്ട്. പക്ഷേ ജീവിത അനുഭവങ്ങളുള്ള പാട്ടുകൾ എന്നും ജീവിക്കും. എന്നാൽ ജീവിത അനുഭവങ്ങളില്ലാതെ ഒരു പാട്ടെഴുതി പ്രസിദ്ധീകരിക്കണമെന്ന ബോധത്തോടെ എഴുതുന്ന പാട്ടുകളൊക്കെ കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ ദാവീദ് ഇത് എത്രയെത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ഇന്നും നാം ധ്യാനിക്കുന്നു. ഇതിന്റെ പിന്നിൽ ഒരു ജീവിത അനുഭവമുണ്ട്. താൻ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവിക ഇടപെടലുകൾ, അതൊന്നും ദാവീദിന് മറക്കുവാൻ കഴിയില്ല. ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം പഴയ നിയമഭാഗത്ത് ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 24 മുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് ഭവനങ്ങളിൽ ചെന്ന് വായിക്കുവാൻ സമയം കിട്ടിയാൽ ആ വേദഭാഗം കൂടി വായിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയും 24-ാം അധ്യായത്തിൽ ഏതനുഭവത്തിലാണ് 57-ാം സങ്കീർത്തനം എഴുതിയതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഈ സങ്കീർത്തനത്തിൻ്റെ മഹത്വം നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്നും ഇപ്പോൾ പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചെറുതായി അതിനെ ഒന്ന് സൂചിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്ത് ഇസ്രായേൽ രാജാവായ ശൗലിനെയും അവന്റെ സൈന്യത്തെയും ഇസ്രായേൽ ജനത്തിന്റെ യഹോവയായ ദൈവത്തെയും നിന്ദിക്കുകയും പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ്. ആർക്കും ആ മല്ലനായ ഗോലിയാത്തിനെ അഭിമുഖീകരിപ്പാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിതാവ് യുദ്ധമുഖത്തേക്ക് പോയ മക്കളുടെ വിശേഷം അറിയുന്നതിനും ആ വിശേഷം തിരിച്ച് പിതാവിനെ അറിയിക്കുന്നതിനും വേണ്ടി ഇടയബാലനായ ദാവീദിനെ ആ യുദ്ധമുഖത്തേക്ക് അയക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ബാലനായ ഇടയനായ ദാവീദ് ഈ കാഴ്ചയാണ് കാണുന്നത്. മല്ലനായ ഗോലിയാത്ത് വെല്ലുവിളിക്കുകയാണ്. ഇസ്രായേൽ സൈന്യത്തെയും രാജാവിനെയും
ഇസ്രായേലിന്റെ ജീവിക്കുന്ന ദൈവമായ യഹോവയെയും വെല്ലുവിളിക്കുന്ന സന്ദർഭം. ആരും ആ മല്ലനായ ഗോലിയാത്തിനെ അഭിമുഖീകരിപ്പാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ഇടയനായ ദാവീദ് പറഞ്ഞു, ഞാൻ പോകാം. രാജസന്നിധിയിലേക്ക് അവനെ കൊണ്ടുപോയി. രാജസന്നിധിയിലേക്ക് അവനെ കൊണ്ടുപോയി ശൗലിന്റെ മുൻപിൽ നിർത്തി. ശൗൽ ചോദിച്ചു, നീ എന്നാ കാര്യമായി പറയുന്നത്? മല്ലനായ ഗോലിയാത്തിന്റെ മുൻപിൽ അവനെ നേരിടുവാൻ നിനക്കാകുമോ? അപ്പോൾ ദാവീദിന് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ എൻ്റെ പിതാവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ ആ ആടുകളെ ആക്രമിക്കുവാൻ വന്ന സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ വായിൽ നിന്നുമൊക്കെ എന്നെ വിടുവിച്ച ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തോടു കൂടെ ഞാൻ പോകും. അനുഭവിച്ചറിഞ്ഞ ദൈവം, ദൈവത്തെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ അനുഭവിച്ചറിയുക. രാജാവ് പടക്കോപ്പുകളൊക്കെ ദാവീദിനെ അണിയിച്ചു. ദാവീദ് പറഞ്ഞു, എനിക്ക് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ആ പടക്കോപ്പുകളൊക്കെ അവിടെ അഴിച്ചു വെച്ച് അവന്റെ കയ്യിൽ അവൻ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഉണ്ടായിരുന്ന കവിണയും കല്ലും മാത്രം. ആ ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്ത് ദാവീദ് അവനെ നേരിടുവാൻ വരുന്നുവെന്ന് കാണുമ്പോൾ നന്നായി പരിഹസിക്കുന്നുണ്ട്, നിന്ദിക്കുന്നുണ്ട്. എന്നാൽ അവന്റെ കവിണയിൽ വെച്ച ഒറ്റ കല്ല് മാത്രം മതിയായിരുന്നു ആ മല്ലനായ ഗോലിയാത്തിനെ നിഗ്രഹിക്കുവാൻ. ദൈവജനം വളരെ സന്തോഷപൂരിതരായി. അവരെല്ലാവരും തിരിച്ച് രാജകൊട്ടാരത്തിലേക്ക് പോകുകയാണ്. ശൗൽ രാജാവും കൂടെയുണ്ട്. അങ്ങനെ ആ രാജവീതിയിലൂടെ അവർ ഒരുമിച്ച് പോകുമ്പോൾ ആ രാജവീതിയുടെ ഇരുവശങ്ങളിലുമുള്ളവർ വളരെ സന്തോഷത്തോടെ ആർത്തുല്ലസിച്ചു. ശൗലോ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. രാജാവായ ശൗലിന് അത് അവന്റെ മനസ്സിൽ സ്വീകരിക്കുവാൻ കഴിഞ്ഞില്ല. ദാവീദിനോടുള്ള അസൂയ. പിന്നീട് ശൗലിന്റെ മനസ്സ് നിറയെ ദാവീദിനെ എങ്ങനെ നിഗ്രഹിക്കാം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു അനുഭവത്തിലാണ് ഈ സങ്കീർത്തനം എഴുതിയത് മുഴുവൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇന്ന് വൈകിട്ട് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 24-ാം അധ്യായം ഒന്ന് വായിച്ചിട്ടേ ഉറങ്ങാവൂ. ഞാനിവിടെ നിർത്തുകയാണ്. ദാവീദ് ഈ സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവമേ, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. എപ്പോഴാണ് നമുക്ക് പാടുവാൻ കഴിയുക? മനസ്സ് സന്തോഷമായിരിക്കുമ്പോൾ നമുക്ക് പാടുവാൻ കഴിയും.
ദുഃഖപൂരിതമാകുമ്പോൾ നാം പാടുമോ? എന്നാൽ ദാവീദ് ഈ 57-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ നാം വായിക്കുമ്പോൾ ദാവീദ് കടന്നുപോയ ജീവിത അനുഭവങ്ങളെ കുറിച്ച് പറയുകയാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നു, താൻ കടന്നുപോയ ഒരു ജീവിത അനുഭവമാണ്. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളൂ. 1-ാമത്തെ അനുഭവമാണ് ആപത്തുകൾ. ആപത്തുകൾ ഒഴിഞ്ഞു പോകുക. ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഉണ്ടാകുന്ന തിരിച്ചടികൾ. ആപത്തുകൾ ഒന്നും കണക്ക് കൂട്ടി പറയുവാൻ കഴിയുന്നതല്ല. ദി ആക്സിഡൻസ്, കഴിഞ്ഞ മാസമാണ് നമ്മുടെ ചെട്ടിമുക്കിലുള്ള മാരാമൺ മാർത്തോമ ഇടവകയിലെ ഒരു ഭവനത്തിൽ 21 വയസ്സ് പ്രായമുള്ള യുവാവ് ഹോട്ടൽ മാനേജ്മെന്റ് സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞ് അവന് കിട്ടാവുന്ന ഒരു ഉന്നതമായ ഹോട്ടലിൽ ജോലി ലഭിച്ചു. പിറ്റേ ദിവസം ഭവനത്തിലേക്ക് വരാമെന്ന് പറഞ്ഞതാണ്. അന്ന് രാത്രി തൻ്റെ പ്രവർത്തന സ്ഥലത്ത് നിന്ന് താമസിക്കുന്ന ഇടത്തേക്ക് പോകുമ്പോൾ ആക്സിഡന്റാണ്. ആപത്ത്. തൽക്ഷണം അവിടെ വെച്ച് മരിക്കുകയാണ്. പ്രിയ മാതാപിതാക്കൾക്ക് 2 മക്കൾ, മകളും ഈ മകനും. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഞാനാണ് നടത്തിയത്. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു മകനെക്കുറിച്ച്, അവൻ്റെ ഭാവിയെക്കുറിച്ച്. അതെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് അവസാനിച്ചു പോകുന്ന ദുഃഖാത്മകമായ ജീവിതത്തിൻ്റെ അനുഭവം. അതെ, ദാവീദ് പറയുകയാണ്, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം. 2-ാമത്തെ ജീവിത അനുഭവത്തെക്കുറിച്ച് അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അവിടെ 3-ാമത്തെ വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? ആ സങ്കീർത്തനം തുറന്നു വെച്ചിരിക്കുന്നവർ ഒന്ന് നോക്കിയാൽ അറിയാം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുന്നു. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുന്നു. എന്താ അതിൻ്റെ അർത്ഥം? എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുന്നു. ഞാൻ ഈ സങ്കീർത്തനം വായിച്ചതിന് ശേഷം എന്താണ് ഇതിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്ന് മനസ്സിലാക്കുവാൻ ധ്യാനിച്ച നാളുകളുണ്ട്. അപ്പോൾ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ TV ഒന്ന് ഓൺ ചെയ്ത്
എനിക്ക് ഇഷ്ടപ്പെട്ട ആനിമൽ ചാനൽ ഒന്ന് കണ്ടു. അപ്പോൾ അന്ന് കാണിക്കുന്നത് ഒരു പെരുമ്പാമ്പ് ഒരു മാൻകുഞ്ഞിനെ, ഒരു മാൻകുട്ടിയെ വിഴുങ്ങുന്നതായ ചിത്രമാണ്. ആ പെരുമ്പാമ്പ് ആ മാൻകുട്ടിയെ ചുറ്റി വരിഞ്ഞ് മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊന്നതിന് ശേഷം വീണ്ടും അതിൻ്റെ കെട്ടുകളൊക്കെ അഴിച്ച് ആ മാൻകുഞ്ഞിനെ, ആ മാൻകുട്ടിയെ ഭക്ഷിക്കുവാൻ തുടങ്ങുകയാണ്. ആദ്യം അതിൻ്റെ തലയാണ് വിഴുങ്ങുന്നത്, പിന്നെ കഴുത്ത്, പിന്നെ ഉടല്, ഏറ്റവും ഒടുവിൽ വരുമ്പോൾ കാലുകൾ അതും അകത്താക്കി. ഇനിയും അവശേഷിച്ചിരിക്കുന്നത് ആ മാൻകുട്ടിയുടെ കുളമ്പുകൾ മാത്രമാണ്. ഇനിയും ബാക്കിയൊന്നും ഇല്ല, ആ കുളമ്പുകൾ മാത്രം. അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്ത ആ ചിത്രകാരൻ ആ ഭാഗം ഒന്ന് സ്റ്റില്ലാക്കി അവിടെ നിർത്തി. എന്നിട്ട് ലോകത്തെ കാണിക്കുകയാണ്, ഇനിയും ഈ പെരുമ്പാമ്പിന് വിഴുങ്ങുവാനുള്ളത് ഈ കുളമ്പുകൾ മാത്രമാണ്. ബാക്കിയെല്ലാം അത് കൺസ്യൂം ചെയ്തു, വിഴുങ്ങിക്കഴിഞ്ഞു. അതായത് യാതൊരു വിലയുമില്ലാത്ത ഈ കുളമ്പ് പോലും നിമിഷങ്ങൾ വയറ്റിലെത്തും പെരുമ്പാമ്പിൻ്റെ. ഇനിയും ഈ ലോകത്ത് ഇങ്ങനെയൊരു മാൻകുട്ടി ഉണ്ടായിരുന്നതായി ആർക്കും അറിയില്ല. അതായത് ടോട്ടൽ അനിഹിലേഷൻ ആൻഡ് ടോട്ടൽ ഡിസ്ട്രക്ഷൻ. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുകയാണ്. അപ്പോൾ ദാവീദ് കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഒന്നാമത്തെ അനുഭവം ഈ ആപത്തുകളാണ്. 2, എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുകയാണ്. ഇനി മൂന്നാമത്തെ അനുഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. 4-ാമത്തെ വാക്യം അവിടെ ആരംഭിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ കാവുംഭാഗം എബനേസർ മാർത്തോമ്മ ഇടവകയിൽ വൈദികനായി ശുശ്രൂഷ ചെയ്ത കാലഘട്ടത്തിൽ ഞങ്ങൾ അവിടെയുള്ള യുവജന കൊയർ അംഗങ്ങളും എല്ലാം ചേർന്ന് ഒരു പിക്നിക് കന്യാകുമാരിയിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. പ്രഭാതത്തിൽ 5 മണിക്ക് തന്നെ അത് യാത്ര ആരംഭിച്ചു. ഞങ്ങൾ കൊല്ലത്ത് അവിടെയുള്ള ഒരു പ്രത്യേക സ്ഥലത്ത് പോവുകയും അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് വരികയും ചെയ്തു. തിരുവനന്തപുരത്ത് വന്നപ്പോൾ ബസ്സിലുള്ള നമ്മുടെ യുവാക്കൾ എല്ലാം പറഞ്ഞു, അച്ഛാ നമുക്ക് സൂവിൽ കൂടി കയറണം. ഞാൻ അനുവാദം കൊടുത്തു. എല്ലാവരും സൂവിലേക്ക് പ്രവേശിച്ചു. ആ കാഴ്ചകളെല്ലാം കണ്ട് സന്തോഷത്തോടുകൂടി മുൻപോട്ട് പോവുകയാണ്. അപ്പോഴാണ് സിംഹം അതിൻ്റെ കൂടും ഒക്കെ കാണുന്നത്.
എല്ലാവരും അങ്ങോട്ട് ഓടിക്കൂടി സിംഹത്തെ കാണാൻ. അപ്പോൾ സിംഹം അതിൻ്റെ കൂട്ടിൽ നല്ല ഉറക്കമാണ്. ഇവിടെയുള്ള ഞങ്ങളുടെ യുവാക്കളും യുവതികളുമെല്ലാം വലിയ ശബ്ദമുണ്ടാക്കി കൈയടിച്ച് അതിനെ ഉണർത്തുവാൻ ശ്രമിച്ചു. എത്ര ശ്രമിച്ചിട്ടും അത് ഉണർന്നില്ല. എന്നാൽ എല്ലാവരും അവിടെ അതൊന്നുണർന്നു കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് ആ സിംഹം ഒന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റ് ഒന്ന് ഗർജിച്ചു. ഞാൻ എൻ്റെ ചുറ്റുപാടും നോക്കി. എൻ്റെ കൂടെയുള്ള യുവജനങ്ങളെ ഒന്നും അവിടെ കണ്ടില്ല. പിന്നെ കാരണം അവർ അതിൻ്റെ ഗർജനം കേട്ട് ഭയന്ന് ഓടിപ്പോയി. അവർക്കറിയാം ഇത് നല്ല കോൺക്രീറ്റ് സ്ട്രക്ചറിലുള്ള കൂട്ടിലാണ് കിടക്കുന്നത്. ഇനിയും ആ കോൺക്രീറ്റ് സ്ട്രക്ചർ തന്നെ തല്ലിപ്പൊളിച്ച് പുറത്തിറങ്ങിയാൽ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരാനും പറ്റില്ല. കാരണം അത്രയധികം വീതിയുള്ള ഒരു കിടങ്ങാണ് അവിടെയുള്ളത്. നിങ്ങളൊക്കെ പോയിട്ടുള്ളതല്ലേ? എന്നിട്ടും അതിൻ്റെ കൂട്ടിൽ കിടന്ന് അതൊന്ന് ഗർജിച്ചപ്പോൾ കുറെ നിമിഷങ്ങൾക്ക് മുൻപ് കൈയടിച്ച് അതിനെ ഉണർത്തുവാൻ ശ്രമിച്ച യുവാക്കളെല്ലാം അപ്രത്യക്ഷരായി. കാരണം ഭയമാണ്. സ്വസ്ഥതകൾ നഷ്ടപ്പെടുന്ന അനുഭവങ്ങളാണ്. ദാവീദ് പറയുകയാണ്, എൻ്റെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണ്? എൻ്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. ഭയമുണ്ട്. മനസ്സിൻ്റെ സ്വസ്ഥതകളെല്ലാം നഷ്ടപ്പെട്ട നിമിഷങ്ങളാണ്. ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. ഇനി 4ാമത്തെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ആ 4ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നു, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾക്കൊക്കെ അറിവുള്ളതാണ്. അഗ്നി, നമ്മുടെ കൈ, നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗവും ഒരു അഗ്നി സ്പർശനം ഉണ്ടായാൽ എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക? ഒന്നും ഉണ്ടാവില്ലേ? പൊള്ളും. പൊള്ളിയാൽ എന്താ സംഭവിക്കുക? വേദനയെടുക്കുമോ? വേദനയാണോ? നീറ്റലെടുക്കും അല്ലേ? ദാവീദ് പറയുകയാണ്, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതം നീറുന്ന പ്രശ്നങ്ങളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. പ്രിയ ദൈവജനമേ, വചനം ഐശ്വര്യത്താൽ സകല ജ്ഞാനത്തോടും കൂടെ നമ്മുടെ നടുവിലുണ്ടാകണം, നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ദാവീദ് പറയുകയാണ്, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. അതായത് ജീവിതത്തിലെ നീറുന്ന പ്രശ്നങ്ങൾ. എനിക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഇവിടെ ആരെങ്കിലും ജീവിതത്തിലെ നീറുന്ന പ്രശ്നങ്ങളിലൂടെ
കടന്നു പോകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കാം. ആരുടെയും കൈ പൊങ്ങിയില്ലല്ലോ. നീറുന്ന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഞാനും നിങ്ങളുമൊക്കെ അഭിമുഖീകരിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങൾ, കുടുംബത്തിൻ്റെ സമാധാനമില്ലായ്മ, അമ്മയുടെ മനസ്സിൽ, പിതാവിൻ്റെ മനസ്സിൽ നീറുന്ന പ്രശ്നങ്ങളാണ്. മക്കളുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ പഠനത്തെക്കുറിച്ച്, അവരുടെ ജോലിയെക്കുറിച്ച്, അവർ പ്രവേശിക്കേണ്ടതായ കുടുംബജീവിതത്തെക്കുറിച്ച്, അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള അനുഭവങ്ങളുടെ മധ്യത്തിൽ ഓരോരുത്തരും കടന്നു പോകുന്ന നീറുന്ന അനുഭവങ്ങൾ. ദാവീദ് പറയുന്നു, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. നീറുന്ന പ്രശ്നങ്ങളാണ്. ഇനി അഞ്ചാമത്തേത് ദാവീദ് പറയുന്നുണ്ട്, പല്ലുകൾ കുന്തങ്ങളും മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെയാണ് എൻ്റെ ജീവിതം. എന്താ ദാവീദ് പറയാൻ ശ്രമിച്ചത്? കുന്തങ്ങളും അസ്ത്രങ്ങളും വാളും അത് ഒരു മനുഷ്യ ശരീരത്തിൽ കുന്തം കൊണ്ട് ഒന്ന് കുത്തിയാൽ, അസ്ത്രം കൊണ്ടൊന്ന് എയ്താൽ, വാളുകൊണ്ടൊന്ന് വെട്ടിയാൽ അവിടെയൊക്കെ സംഭവിക്കുന്നത് മുറിവുകളാണ്. അല്ലേ? ആണോ? മുറിവുകളാണ്. ദാവീദ് പറയുന്നു, എൻ്റെ ജീവിതം മുറിവുകളാൽ നിറഞ്ഞിരിക്കുന്ന ഒന്നാണ്. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെയാണ് എൻ്റെ ജീവിതം. എത്രയെത്ര മുറിവുകൾ ഞാൻ ഏറ്റിരിക്കുന്നു. നമുക്കറിയാം, ശരീരത്തിൽ ഒരു മുറിവേറ്റാൽ അതൊന്ന് സ്റ്റിച്ച് ചെയ്യുകയോ മരുന്ന് പുരട്ടുകയോ ഒക്കെ ചെയ്താൽ ആ മുറിവുകൾ ഭേദമാകും. എന്നാൽ മനസ്സിനേൽക്കുന്ന മുറിവുകൾ, അതിനേത് മരുന്നാണ് ഉപയോഗിക്കാൻ പറ്റുന്നേ? ഏത് മരുന്നെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? മനസ്സിനേൽക്കുന്ന മുറിവുകൾ. ദാവീദ് പറയുകയാണ്, എത്രയെത്ര മുറിവുകളാണ് എൻ്റെ മനസ്സിൽ ഞാൻ ഏറ്റിരിക്കുന്നത്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞത്, പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ എൻ്റെ ജീവിതം ധാരാളം മുറിവുകളുണ്ട്, ധാരാളം വേദനകളുണ്ട്, ധാരാളം ഹൃദയഭാരങ്ങളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആറാമത്തെ അനുഭവത്തെക്കുറിച്ച് പറയുന്നു. ആറാമത്തെ വാക്യം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവർ എൻ്റെ കാലടികൾക്ക് വല വിരിച്ചു. അവർ എൻ്റെ കാലടികൾക്ക് വല വിരിച്ചു. ഇനിയും എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. കാലടികൾക്ക് വല വിരിച്ച എത്രയെത്രയോ അനുഭവങ്ങളാണ്. ഇനിയും എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന ധാരാളം മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ധാരാളം യുവാക്കളെയും യുവതികളെയും കണ്ടിട്ടുണ്ട്. അച്ഛനായിരുന്ന കാലഘട്ടത്തിലും ഇപ്പോൾ ആയിരിക്കുന്ന കാലഘട്ടങ്ങളിലും ധാരാളം ആളുകളെ ഞാൻ അഭിമുഖീകരിക്കുന്നു. അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഇനിയും ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല.
ജീവിതം തന്നെ അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന നിമിഷങ്ങളാണ് ഇനിയും ഞങ്ങൾക്ക് മുൻപിലുള്ളത്. അവർ എൻ്റെ കാലടികൾക്ക് വലവിരിച്ചു. ഇനി 7ാമത്തെ അനുഭവത്തെക്കുറിച്ച് പറയുന്നു. എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. മനസ്സിടിയുക നിരാശയുടെ അനുഭവങ്ങളിലാണ്. പഴയ നിയമത്തിലെ വലിയ പ്രവാചകനായിരുന്നില്ലേ ഏലിയാവ്? ദൈവിക കൃപകൾ ധാരാളം അനുഭവിച്ചവൻ. കേരി തോടുപോലും വറ്റിയ നിമിഷങ്ങളുണ്ട്. ആ കേരി തോട്ടിന്റെ സമൃദ്ധി ദൈവം അവന് നൽകിയത് ആ തോട്ടിലെ നല്ല വെള്ളം, കാക്കയിൽ നിന്ന് ലഭിക്കുന്ന അപ്പവും ഇറച്ചിയും എല്ലാം അവന് ലഭിച്ചതല്ലേ? ദൈവിക പരിപാലനം. സേരെഫോത്തിലെ വിധവയുടെ വീട്ടിൽ ആ ദൈവ പരിപാലനം അനുഭവിച്ചത് കർമ്മേൽ പർവ്വതത്തിൽ ദൈവകൃപ അനുഭവിച്ചവൻ. രാജ്ഞിയായ ഇസബെല്ല ഇപ്രകാരം ഒരാജ്ഞ ഒരു പടയാളി സഹിതം അറിയിച്ചു. ഏലിയാവിനെ പട്ടുപോയ ആ ബാൽ പ്രവാചകന്മാരെ പോലെയും അശോര പ്രവാചകന്മാരെ പോലെയും നാളെ ഈ സമയമാകുമ്പോൾ നിന്നെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ നിമിത്തം എന്നോട് അധികം ചെയ്യുമാറാകട്ടെ എന്ന് ആ ഇസബെല്ല രാജ്ഞിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഇത്രയും നാൾ അനുഭവിച്ച ദൈവിക സാന്നിധ്യവും ദൈവിക പരിപാലനവും ഒക്കെ മറന്ന് ഏലിയാവ് ആ കർമ്മേൽ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി ഓടുകയാണ്. ശൂർ മരുഭൂമിയിൽ, ആ മരുഭൂമിയുടെ ഒരു ചൂരച്ചെടിയുടെ തണലിൽ ചെന്ന് കിടന്ന് നിരാശയോടെ ഇപ്രകാരം പറഞ്ഞു, ഓ ലോർഡ്, യു ടേക്ക് അവേ മൈ ലൈഫ്. ഐ ആം നോട്ട് ബെറ്റർ ദാൻ മൈ ആൻസെസ്റ്റേഴ്സ്. എൻ്റെ ദൈവമേ, നീ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണം. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ലല്ലോ. നിരാശയുടെ പടുകുഴിയിലേക്ക് പോയവനാണ് ഏലിയാവ്. ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിച്ചവനാണ്. പിന്നെ സംഭവിച്ചത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. അതിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. ഞാൻ പറയാൻ ശ്രമിച്ചത്, ഏലിയാവ് എന്ന വേദപുസ്തകത്തിലെ ശക്തനായ പ്രവാചകൻ പോലും, ഏലിയാ പ്രവാചകൻ പോലും ജീവിതത്തിൻ്റെ തിക്തമായ അനുഭവങ്ങളുടെ മധ്യത്തിൽ ഭയന്ന് ഒരു ഭീരുവിനെ പോലെ ഇറങ്ങിയോടി ഒരു ചൂരച്ചെടിയുടെ തണലിൽ ചെന്ന് കിടന്ന് അവൻ പ്രാർത്ഥിച്ചു, ഓ ലോർഡ്, യു ടേക്ക് അവേ മൈ ലൈഫ്. I am not better than my ancestors. നിരാശയുടെ അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളുടെ മധ്യത്തിലാണ് ദാവീദ്. അതേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോഴും എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുന്നു. എൻ്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ അവർ എൻ്റെ കാലടികൾക്കൊരു വല വിരിച്ചു. എൻ്റെ മനസ്സിടിഞ്ഞിരിക്കുന്നു. ജീവിതം ഇവിടെ അവസാനിക്കേണ്ടതാണ്.
7-ാമത്തെ വാക്യം ആരംഭിക്കുമ്പോൾ ഒരു പ്രത്യാശയുടെ അനുഭവത്തെക്കുറിച്ചാണ് ദാവീദ് പറയുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമെങ്കിലും ഇതിൻ്റെ മധ്യത്തിൽ ഞാൻ പതറിപ്പോകില്ല, ഞാൻ തകർന്നു പോകില്ല. എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ ദാവീദിന് പറയുവാൻ കഴിഞ്ഞത്? അതിൻ്റെ കാരണങ്ങളും ഈ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ 1-ാമത്തെ വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ദാവീദ് പറഞ്ഞു, ഇതെല്ലാമാണ് എൻ്റെ അനുഭവങ്ങൾ. എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ദാവീദ് പറയുകയാണ്, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. അതിന് കാരണമുണ്ട്. 1-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് ഇതാണ്: ഞാൻ നിന്റെ ചിറകിൽ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു എന്നാണ് ദാവീദ് പറയുന്നത്. ഞാൻ നിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നുവെന്നല്ല. ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഈ ഒരു വലിയ അനുഭവമാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിനുണ്ടാകേണ്ടത്. ദൈവത്തിൻ്റെ ചിറകിൻ നിഴലിൽ അഭയം പ്രാപിപ്പാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ആ ഒരു ധന്യമായ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യണം. സറാഫിം തിരുമേനിയെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ദാവീദ് പറയുവാൻ ശ്രമിക്കുന്നത് ഈ ഒരു ധന്യമായ അനുഭവമാണ്. എൻ്റെ ജീവിതത്തെ ഇന്നയോളവും അനുഗ്രഹത്തോടുകൂടെ നയിച്ചതായ ആ ദൈവത്തിൻ്റെ അനുഭവം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. 91-ാം സങ്കീർത്തനം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന മനുഷ്യൻ യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. 91-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ നിന്റെ നിഴലിലാണ് പാർക്കുന്നത്. പ്രിയ ദൈവജനമേ, ദാവീദും ഇവിടെ പറയുന്നു, ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. അതേ ജീവിതത്തിൻ്റെ വേദനാത്മകമായ അനുഭവങ്ങളുടെ മധ്യത്തിൽ എൻ്റെ മനസ്സുറച്ചിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്: ഞാൻ നിന്റെ ചിറകിൻ നിഴലിലാണെന്നുള്ള ബോധം. ആ ഒരു വലിയ തിരിച്ചറിവ് അത് നമ്മുടെ ജീവിതത്തിനൊക്കെ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. 2-ാമത്തെ കാരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്ന 2-ാമത്തെ കാരണത്തെക്കുറിച്ച് പറയുന്നത് 2-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം. അവിടെ ഇങ്ങനെയാണ് ദാവീദ് പറയുന്നത്: എനിക്കു വേണ്ടി സകലതും നന്നായി ചെയ്യുന്ന ഒരു ദൈവം ജീവിക്കുന്നു. എനിക്കു വേണ്ടി സകലതും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. അതാണ്
ദാവീദിന്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു എന്ന് പറയുവാൻ അവനെ പ്രേരിപ്പിക്കുന്നത്, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. രണ്ടാമത്, എനിക്കു വേണ്ടി സകലതും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ, എനിക്കു വേണ്ടി സകലതും നന്നായി ചെയ്യുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചിത്രമുണ്ട്, യോസഫിൻ്റേത്. അവൻ്റെ സഹോദരന്മാർ അവരുടെ അസൂയ നിമിത്തം തന്നെ അവനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ഇനിയും ഇവൻ ജീവിക്കരുത്. എന്നാൽ മൂത്ത സഹോദരൻ രൂബേൻ വരുമ്പോൾ നമ്മുടെ മാംസത്തിൻ്റെ മാംസവും രക്തത്തിൻ്റെ രക്തവുമാകുന്ന യോസഫിനെ അവിടെ മരിക്കുവാൻ അനുവദിക്കരുതെന്ന് മനസ്സിലാക്കി ആ പൊട്ടക്കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റുന്നുണ്ട്. അവിടെ നിന്ന് മിസ്രൈമിയെ കച്ചവടക്കാർക്ക് ഒരടിമയായി വിൽക്കുന്നു, 20 വെള്ളിക്കാശിന്. അവിടെ നിന്ന് എത്തിച്ചേരുന്നത് പൊത്തിഫോറിന്റെ ഭവനത്തിലാണ്. താൻ ചെയ്യാത്ത കുറ്റത്തിന് 17-ാമത്തെ വയസ്സിൽ ജീവിതത്തിൻ്റെ യുവത്വം തുളുമ്പുന്ന നിമിഷങ്ങൾ, ആ ആരംഭത്തിൻ്റെ അനുഭവങ്ങൾ, അവൻ കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെടുന്നു. എത്ര വർഷം യോസഫ് കൽത്തുറുങ്കിൽ കിടന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? എത്ര വർഷമാണ്? 17-ാമത്തെ വയസ്സിൽ കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെട്ട യോസഫ് പിന്നീട് രാജാവിൻ്റെ മുൻപിൽ നിൽക്കുവാനുള്ള ഒരു അനുവാദം ലഭിച്ചത് 30-ാമത്തെ വയസ്സിലാണ്. അതായത് നീണ്ട 13 സംവത്സരക്കാലത്തെ ആ കൽത്തുറുങ്കിലെ അനുഭവങ്ങൾ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാജ്യത്തിൻ്റെ രാജാവ് കഴിഞ്ഞാലുള്ള സ്ഥാനം ലഭ്യമാകുന്നത് യോസഫിനാണ്. സഹോദരന്മാർ വിചാരിച്ചു ഇതുകൊണ്ട് അവൻ്റെ ജീവിതം കഴിഞ്ഞു. പൊത്തിഫോറിൻ്റെ ഭാര്യയും വിചാരിച്ചു ആ കൽത്തുറുങ്കോടുകൂടെ അവൻ്റെ ജീവിതം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ആ അനുഭവം. അതെ, ദാവീദും പറയുന്നത് അത് തന്നെയാണ്. അവർ എൻ്റെ കാലടികൾക്ക് വല വിരിച്ചു, ഇനിയും എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. എൻ്റെ മനസ്സിടിഞ്ഞിരിക്കുന്നു. നിരാശയുടെ അനുഭവങ്ങളാണ്. പക്ഷേ ഇപ്പോൾ യോസഫ് പറയുകയാണ്, എന്നെ നടത്തിയ ഒരു ദൈവമുണ്ട്. ഈ കൽത്തുറുങ്കിലും എന്നെ നടത്തിയ ഒരു ദൈവം. ജീവിതം അപായപ്പെട്ടു പോയ നിമിഷങ്ങൾ, ഇനിയും ഞാൻ ജീവിക്കുമോ എന്ന് സംശയിച്ചു പോയ നിമിഷങ്ങൾ. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ ഇടപെടലുകളാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്രകാരം ദാവീദിന് പറയുവാൻ കഴിയുന്നത്, എനിക്കു വേണ്ടി സകലതും നന്നായി ചെയ്യുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഇനി 3-ാമത്തെ അനുഭവത്തെക്കുറിച്ച് കൂടി ഈ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. 3-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം, അവൻ സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ രക്ഷിക്കുന്നു.
അതുകൊണ്ടാണ് ദാവീദ് 40-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നത്: ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി, എൻ്റെ നാവിൽ ഒരു പുതിയ പാട്ട് തന്നു. He has given me a new song to sing. അതായത് സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ രക്ഷിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഞാൻ കടന്നുപോയ ജീവിതത്തിന്റെ അനുഭവങ്ങൾ, ആപത്തുകൾ, ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടാകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങൾ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുന്നു. ഇനിയും ഇവൻ ലോകത്തിൽ ജീവിച്ചിട്ടില്ല എന്ന് പറയുവാൻ തക്കവണ്ണം അവനെ നശിപ്പിക്കുവാൻ ഒരുങ്ങുന്ന ശൗൽ രാജാവിൻ്റെ മനസ്സ്. അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. നീർന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, എൻ്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. ഭയമാണ്, മനസ്സിൻ്റെ സ്വസ്ഥതയും ഭദ്രതയും എല്ലാം നഷ്ടപ്പെട്ട നിമിഷങ്ങൾ. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ മുറിവുകൾ ധാരാളം. ബാഹ്യമായ മുറിവുകളെയല്ല, ആന്തരികമായ മുറിവുകളാണ്. അവർ എൻ്റെ കാലടികൾക്ക് വല വിരിച്ചു. ഇനിയും എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. എൻ്റെ മനസ്സിടിഞ്ഞിരിക്കുന്നു. നിരാശയുടെ അനുഭവങ്ങളാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും ദാവീദ് അടുത്ത വാക്യത്തിൽ പറഞ്ഞതാണ്, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു. ദൈവമേ, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. 3 കാരണങ്ങൾ ദാവീദ് കണ്ടെത്തിയിട്ടുണ്ട്. 1, നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. ലോകത്തിൻ്റെ ശക്തിയിലല്ല, നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. 2, എനിക്ക് വേണ്ടി സകലതും നന്നായി ചെയ്യുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. 3, അവൻ സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ രക്ഷിക്കുന്നു. പ്രിയ മക്കളെ, എൻ്റെ ജീവിത അനുഭവത്തിലും ഈ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുൻപിൽ ഈ ദൈവവചനവുമായി നിൽക്കുന്നത്. ഞാനും പറയും, ഈ സങ്കീർത്തനക്കാരനോടൊപ്പം ഞാനും പറയും, സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി അവൻ എന്നെ രക്ഷിച്ചു. സ്വാഗത പ്രസംഗം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞല്ലോ, എൻ്റെ വീട് നിരണത്താണ്. എൻ്റെ പിതാവ് ജോലി ഫോർട്ട് കൊച്ചിയിലായിരുന്നു. ഞങ്ങൾ നിരണത്ത് വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചയുടെയും അമ്മയുടെയും ഒപ്പം 5 മക്കൾ, 4 ആൺകുട്ടികൾ, ഒരു പെൺകുട്ടി, 5 പേർ. അമ്മയാണ് ഞങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. വല്യപ്പച്ചനും വല്യമ്മച്ചയുമുണ്ട്. അച്ചായൻ എല്ലാ വെള്ളിയാഴ്ചയും വരും. തിങ്കളാഴ്ച വീണ്ടും ഫോർട്ട് കൊച്ചിയിലേക്ക് തിരികെ പോകും. എല്ലാ വർഷവും സ്കൂൾ വർഷാവസാന പരീക്ഷ കഴിയുമ്പോൾ 2 മാസത്തെ അവധിയുണ്ട്. അച്ചായൻ ഞങ്ങളെല്ലാവരെയും കൊച്ചിയിലേക്ക് കൊണ്ടുപോകും. ഇത്
66 നടന്ന സംഭവമാണ്. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം. അന്ന് ആ വർഷാവസാന പരീക്ഷയെല്ലാം കഴിഞ്ഞ് ഞങ്ങളെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുവാൻ അച്ചായൻ വന്നു. അന്നത്തെ ഏറ്റവും സൗകര്യപ്രദമായ യാത്ര എന്ന് പറയുന്നത് ബോട്ടിലൂടെയുള്ള യാത്രയാണ്. അതായത് ചെങ്ങന്നൂരിൽ നിന്നും എറണാകുളത്തേക്ക് മട്ടാഞ്ചേരിയിലേക്കൊരു ബോട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു ബോട്ട് കൃത്യം 5:30 ആരംഭിക്കുമ്പോൾ മട്ടാഞ്ചേരിയിൽ നിന്നും കൃത്യം 5:30 മണിക്ക് അവിടെ നിന്നും ഒരു ബോട്ട് ആരംഭിക്കും. അന്ന് ഞങ്ങളെല്ലാവരും യാത്രയ്ക്കൊരുങ്ങി. അച്ചായനും അമ്മയും, എൻ്റെ സഹോദരി അന്ന് കോളേജിൽ ഹോസ്റ്റലിൽ നിൽക്കുന്നതായതുകൊണ്ട് സഹോദരി ഇല്ലായിരുന്നു. ഞങ്ങൾ 4 ആൺമക്കളുമുണ്ട്. അങ്ങനെ 6 പേരടങ്ങുന്ന സംഘം. ഞങ്ങൾ ചെങ്ങന്നൂരിൽ നിന്നും പുറപ്പെടുന്ന ആ ബോട്ട് പുളിക്കീഴ് വഴിയാണ് പോകുന്നത്. ആ പുളിക്കീഴ് ബോട്ട് ജെട്ടിയിൽ ഞങ്ങൾ നിൽക്കും. അന്ന് അവിടെ എത്തി. കൃത്യസമയത്ത് ഞങ്ങൾ ബോട്ടിൽ പ്രവേശിച്ച് ബോട്ട് വിട്ടു. ഇത് വലിയൊരു ബോട്ടാണ്. കാരണം ഇവിടെ നിന്നുള്ള എല്ലാ മലഞ്ചരക്ക് കാര്യങ്ങളും അതുപോലെ തന്നെ അരിയും നെല്ലും ഒക്കെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവമാണ്. അതുപോലെ അവിടെ നിന്ന് തിരികെ ഇങ്ങോട്ട് വരുന്ന ബോട്ടിൽ ഈ ദേശത്തൊക്കെ ആവശ്യമുള്ളതായ സിമെന്റും കമ്പിയും അങ്ങനെ എന്തൊക്കെ ആവശ്യമാണോ അതൊക്കെ ആ ബോട്ടിൽ കാണും. അപ്പോൾ ഒരു വലിയ ബോട്ടാണത്. അതിൻ്റെ മേൽത്തട്ട്, ആ മേൽത്തട്ടാണ് യാത്രക്കാർക്ക് രാത്രിയിൽ ഉറങ്ങുവാൻ സഹായിക്കുന്നത്. അപ്പോൾ 5:30 മണിക്ക് ചെങ്ങന്നൂരിൽ നിന്ന് വിടുന്ന ആ ബോട്ട് പിറ്റേ ദിവസം രാവിലെ 6:30 മണിയാകുമ്പോൾ മട്ടാഞ്ചേരിയിലെത്തും. ഒരു നൈറ്റ് യാത്രയാണ്. രാത്രി ഒരു 8 മണി കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഉറങ്ങുവാൻ ആ ബോട്ടിൻ്റെ മേൽത്തട്ടിൽ ഷീറ്റുകളൊക്കെ വിരിച്ച് എല്ലാ യാത്രക്കാരും അതിൻ്റെ മുകളിലാണ് ഉറങ്ങുന്നത്. ആ ബോട്ടിൽ 3 ജോലിക്കാർ മാത്രമേ ഉള്ളൂ. ആ ബോട്ടിൻ്റെ മുകളിൽ യാത്ര ചെയ്യുന്ന ആ യാത്രയെ നിയന്ത്രിക്കുന്ന സ്രാങ്ക് എന്ന് പറയുന്ന മനുഷ്യൻ. പിന്നെ ഈ ബോട്ടിനുള്ളിൽ ഈ ബോട്ട് ഓരോ ജെട്ടിയിലേക്കും അടുക്കുന്നതിനു വേണ്ടി അതിന് സഹായിക്കുന്ന 2 പേർ. ഏകദേശം രാത്രി 3 മണിയായി. എല്ലാവരും നല്ല ഉറക്കമാണ്. വേമ്പനാട് കായലിലെ ആ നല്ല കാറ്റടിക്കുന്ന കുളിർമയുള്ള ആ കാറ്റടിക്കുമ്പോൾ തന്നെ ഉറക്കം. എല്ലാവരും ഗാഠനിദ്രയിലാണ്. ഞാൻ എഴുന്നേറ്റു. ആ ഡെക്കിൽ കൂടി നടക്കുകയാണ്. നടന്ന് ഇനിയും ഒരു സ്റ്റെപ്പ് കൂടി വെച്ചാൽ ഞാൻ മുഴുവനായി ആ വേമ്പനാട്ട് കായലിലേക്ക് വീഴും. പിന്നെ ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് പോലും ആരും അറിയില്ല. പിന്നെ അവിടെ വീണാൽ പിന്നെ ആരെയും കിട്ടത്തുമില്ല. അത്ര ആഴമേറിയ അനുഭവങ്ങളാണ്. ഇനിയും ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഞാൻ ആ കായലിൽ വീഴും. അപ്പോഴാണ് ആ ബോട്ടടിപ്പിക്കുന്നതിനു വേണ്ടി ഉണർന്നിരിക്കുന്ന ആ ജോലിക്കാരൻ എന്നെ കാണുന്നതും
അദ്ദേഹം ഓടി വന്ന് എന്നെ അദ്ദേഹത്തിൻ്റെ നെഞ്ചോട് ചേർക്കുന്നതും. അവിടെ എനിക്ക് പറയാൻ സാധിക്കുന്നത് ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അവൻ നിന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. അതായത് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഞാൻ എഴുന്നേറ്റപ്പോൾ ഇനിയും എങ്ങോട്ടാണ് ഞാൻ പോകുന്നതെന്ന് എന്നെ കണ്ട സ്വർഗത്തിലെ ദൈവം ആ മനുഷ്യനിലൂടെ എന്നെ എൻ്റെ കാൽ വഴുതുവാൻ സമ്മതിക്കാതെ അദ്ദേഹത്തിൻ്റെ നെഞ്ചോട് ചേർക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അറിയില്ലല്ലോ ഇതാരുടെ കുട്ടിയാണെന്ന്. അദ്ദേഹം തൻ്റെ സീറ്റിൽ കൊണ്ടുപോയി എന്നെ കിടത്തി ഉറക്കി. രാവിലെ 5 മണിയായപ്പോൾ അച്ചായനും അമ്മയുമൊക്കെ ഉണർന്നു. 4 മക്കളെ നോക്കിയപ്പോൾ 3 പേരേയുള്ളൂ. ഒരാളെ കാണാനില്ല. നിലവിളിച്ചു. അപ്പോഴാണ് ഈ മനുഷ്യൻ എന്നെയും കൊണ്ടുവന്ന് എൻ്റെ മാതാപിതാക്കളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി രക്ഷിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം ഞാൻ അത് അനുഭവിച്ചതാണ്. ഇന്നുവരെയുള്ള നാളുകളിൽ ഞാൻ അത് അനുഭവിച്ചതാണ്. ദാവീദ് അത് അനുഭവിച്ചതാണ്. അതുകൊണ്ടാണ് ദാവീദ് പാടിയത്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി. എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. എൻ്റെ നാവിൽ ഒരു പുതിയ പാട്ട് തന്നു. പ്രിയ ദൈവജനമേ, ഞാനിവിടെ നിർത്തുകയാണ്. ദാവീദ് പാടുകയാണ്, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു. ദൈവമേ, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രകളിലും അപ്രകാരം അനുഗ്രഹീതമായ ജീവിത അനുഭവങ്ങളുമായി ക്രിസ്തുവിനോടുകൂടെ യാത്ര ചെയ്യുവാൻ നമുക്ക് സാധ്യമാകണം. ഞാൻ അവൻ്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കുന്നു. ഈ രക്ഷയുടെ അനുഭവത്തിൽ നമുക്കും ജീവിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. താങ്ക് യു.